പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു യഹൂദ മതവിഭാഗമായ പരീശന്മാരെക്കുറിച്ചുള്ള പഠനം നാം തുടരുകയാണല്ലോ. സതുദ്ദേശത്തോടെ തുടങ്ങിയെങ്കിലും പിന്നീട് പരീശന്മാർ അവർ സ്വന്തമായി നൽകിയ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങൾക്ക് അഥവാ ഓറൽ ട്രഡീഷനെ ദൈവശ്വാസീയത കൽപ്പിച്ചു എന്ന് മാത്രമല്ല, പാരമ്പര്യങ്ങളിൽ എഴുതപ്പെട്ട തോറയ്ക്ക് സമമാണെന്ന് പോലും പഠിപ്പിക്കാൻ തുടങ്ങി. ഇതായിരുന്നു യേശു അവരുടെ പഠിപ്പിക്കലുകളെ പുളിച്ച മാവിനോട് ഉപമിക്കാൻ കാരണം. പരീശന്മാരുടെ പാരമ്പര്യങ്ങൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വാമൊഴിയായി കൈമാറ്റപ്പെട്ടതാണ് ഓറൽ ട്രഡീഷൻ അഥവാ വാമൊഴി തോറ എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഇത്തരം പാരമ്പര്യങ്ങളുടെ എഴുതപ്പെട്ട സമാഹാരമാണ് തൽമൂദ്. സീനായ് പർവ്വതത്തിലായിരുന്ന മോശയ്ക്ക് ദൈവം 2 തോറ അഥവാ നിയമങ്ങൾ കൊടുത്തു എന്ന് അവർ വിശ്വസിക്കുന്നു. എഴുതപ്പെട്ട തോറയും എഴുതപ്പെടാത്ത വാമൊഴി തോറയും. ഈ വാമൊഴി തോറ എഴുതപ്പെട്ട തോറയുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണെന്നും എഴുതപ്പെട്ട തോറ പോലെ തന്നെ ദൈവശ്വാസീയമാണെന്നും അവർ വിശ്വസിക്കുന്നു. യഹൂദ പാരമ്പര്യങ്ങളായ വാമൊഴി തോറ സംരക്ഷിക്കുന്നതിലും അതനുസരിക്കുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുന്നതിലും പരീശന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പല വിചിത്രമായ പാരമ്പര്യങ്ങളുടെയും പിന്നിൽ പരീശന്മാരുടെ കരങ്ങളുണ്ടായിരുന്നു എന്നതിന് സംശയമില്ല. ഇവ യഹൂദ പാരമ്പര്യ സമാഹാരമായ മിഷ്നയിൽ വിശദീകരിച്ചിരിക്കുന്നു. മിഷ്നയെക്കുറിച്ചും തൽമൂദിനെക്കുറിച്ചുമൊക്കെ മറ്റൊരു ക്ലാസ്സിൽ നാം വിശദമായി പഠിക്കുന്നതാണ്. പൂർവന്മാരുടെ സമ്പ്രദായങ്ങൾ. എഴുതപ്പെട്ട തോറയെപ്പോലെ തന്നെ പാരമ്പര്യങ്ങൾക്കും ദൈവശ്വാസ്യതയുണ്ടെന്ന് പരീശന്മാർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ വാദഗതിയെ ന്യായീകരിക്കാനും ബലപ്പെടുത്താനും പരീശന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു പൂർവന്മാരുടെ സമ്പ്രദായം. പാരമ്പര്യങ്ങളെ പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് പരീശന്മാർ പറയുമ്പോൾ മനുഷ്യരുടെ സമ്പ്രദായം എന്ന് യേശു പറയുന്നു. മർക്കോസ് 7:8 നോക്കുക. 613 കൽപ്പനകളും 613 പാരമ്പര്യങ്ങളും. ന്യായപ്രമാണത്തിൽ 613 കൽപ്പനകൾ ഉണ്ടെന്നും ഈ 613 കൽപ്പനകളുടെ പ്രായോഗികമായ വിശദീകരണങ്ങളാണ് 613 പാരമ്പര്യങ്ങളെന്നും യഹൂദന്മാർ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് 613 എന്നതിനെക്കുറിച്ചും തൽമൂദിൽ വിശദീകരിക്കുന്നുണ്ട്. തോറയുടെ എബ്രായ ന്യൂമറിക്കൽ വാല്യൂ അഥവാ സംഖ്യാമൂല്യം 611 ആണെന്നും 10 കൽപ്പനകളിലെ ആദ്യത്തെ 2 കൽപ്പനകൾ മാത്രം ദൈവത്തിൽ നിന്നും നേരിട്ട് ജനം കേട്ടിട്ടുള്ളതും ആയതിനാൽ 611 2 ചേർത്ത് 613 ആക്കിയെന്നും അവർ അവകാശപ്പെടുന്നു. ഇതിൻ്റെ പൂർണ്ണ ലിസ്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. പരീശന്മാരെയും അവർ പഠിപ്പിച്ചിരുന്ന പാരമ്പര്യത്തെയും ജനത്തിന് വളരെ ഇഷ്ടമായിരുന്നു. കാരണം പല പാരമ്പര്യങ്ങളും ന്യായപ്രമാണത്തിൻ്റെ കർശനമായ കൽപ്പനകളെ എങ്ങനെ കൃത്രിമങ്ങളിലൂടെ മറികടക്കാം എന്നതിൻ്റെ മർമ്മങ്ങളായിരുന്നു. 1-2 ഉദാഹരണങ്ങൾ ഇതിനോടനുബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാം. ശബത്തിൽ വേല ചെയ്യാനോ ചുമട് ചുമക്കാനോ പാടില്ല എന്ന് ബൈബിൾ പറയുന്നു. പുറപ്പാട് 35:2, യിരെമ്യാവ് 17:21. പരീശന്മാർ വേല എന്നതിനും ചുമട് ചുമക്കുക എന്നതിനും വളരെ വിചിത്രമായ, പലപ്പോഴും പരിഹാസ്യമായ വ്യാഖ്യാനങ്ങൾ നൽകി പാരമ്പര്യങ്ങൾ ഉണ്ടാക്കി. ഉദാഹരണമായി, യേശുവിൻ്റെ ശിഷ്യന്മാർ വിശന്നപ്പോൾ ശബത്തിൽ കതിർ പറിച്ച് തിന്നതിനെ അവർ ശബത്ത് ലംഘനമായി കാണുന്നു. കാരണം അവരുടെ വ്യാഖ്യാന പ്രകാരം കതിർ പറിക്കുന്നത് കൊയ്ത്തെന്ന വേലയും അത് കൈകൾ കൊണ്ട് തിരുമ്മുന്നത് മെതിക്കുന്ന വേലയുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാർ ശബത്തിൽ ഗോതമ്പ് കൊയ്തു മെതിച്ചു ശബത്തിനെ ലംഘിച്ചു എന്നവർ വ്യാഖ്യാനിച്ചു. മത്തായി 12:1-2. ചുമട് ചുമക്കുന്നതിനെ കുറിച്ചുള്ള പരീശന്മാരുടെ ചില വ്യാഖ്യാനങ്ങൾ കേട്ടാൽ നാം ഓർത്തോർത്ത് ചിരിച്ചു പോകും. അതിൽ ചിലത് കേൾക്കുക. 1 കവിൾ പാലിൽ കൂടുതൽ ഒരുവൻ കൊണ്ടു നടന്നാൽ അത് ചുമട് ചുമക്കുന്നതാകും. 1 അത്തിപ്പഴത്തിൻ്റെ ഭാരമുള്ള ഒരു സ്പൂൺ കൊണ്ട് നടക്കാം, അതിൽ കൂടുതൽ കൊണ്ടു നടന്നാൽ അത് ചുമട് ചുമക്കുന്നതാകും. ശാസ്ത്രിമാരും പരീശന്മാരും ചുമട് ചുമക്കുക എന്ന വ്യാഖ്യാനത്തിൽ വലിയ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ചില വിഷയങ്ങൾ കേൾക്കുക. ശബത്തിൽ ഒരു സ്ത്രീക്ക് മുടിയിൽ ആഭരണ രൂപത്തിലുള്ള പിൻ തിരികെ നടക്കാമോ? ശബത്തിൽ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാമോ? ഒരു മനുഷ്യന് കൃത്രിമ മരക്കാല് കൊണ്ട് നടക്കാമോ? കാരണം ഇതൊക്കെ ചുമട് ചുമക്കുകയല്ലേ. യേശുവിനെ ചോദ്യം ചെയ്യാൻ പരീശന്മാർ കണ്ടെത്തിയ അവരുടെ ഒരു പാരമ്പര്യം നോക്കുക. സൗഖ്യമാക്കുന്നത് വൈദ്യൻ്റെ വേല, അതുകൊണ്ട് ശബത്തിൽ സൗഖ്യമാക്കുന്നത് ശബത്ത് ലംഘനം. മത്തായി 12:10-14 വരെയുള്ള വാക്യങ്ങൾ. ഖുർബാൻ. പരീശന്മാർ അവരുടെ പാരമ്പര്യത്തെ ദൈവത്തിൻ്റെ കൽപ്പനകളെ മറികടക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഖുർബാൻ. ന്യായപ്രമാണം പറയുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് 20:12. എന്നാൽ പാരമ്പര്യത്തിൽ പറയുന്നത്
അപ്പനെയും അമ്മയെയും സംരക്ഷിക്കാനുള്ള ധനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആലയത്തിൽ സമർപ്പിച്ചാൽ അവരോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാം. മത്തായി 15:4-6 വരെ. ഇതല്പം വിശദീകരിക്കാം. മർക്കോസ് 7:10-12 വരെ നോക്കുക. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങൾ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഖുർബാൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ആലയത്തിലെ വിശുദ്ധ ഭണ്ഡാരത്തിലേക്ക് സംഭാവന നൽകുക എന്നാണ്. അന്നത്തെ രീതി അനുസരിച്ച് ഒരുവൻ്റെ സമ്പത്ത് ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് സംഭാവന നൽകുവാൻ തീരുമാനിച്ചാൽ പറയുന്ന ഒരു പ്രതിജ്ഞാ വാക്കായിരുന്നു ഖുർബാൻ. അത് പിന്നെ മറ്റൊരു കാര്യത്തിനും ആ സമ്പത്ത് മറ്റൊരു കാര്യത്തിനും എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെതാണെന്ന് ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധമായതുകൊണ്ട് പിന്നെ അപ്പനും അമ്മയ്ക്കും കൊടുത്താൽ ശരിയാവില്ലല്ലോ. പരീശന്മാർ കാണിച്ചു കൊടുത്ത ഈ രഹസ്യം പൊതുജനങ്ങൾക്ക്, പ്രത്യേക യുവജനങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് വേണം കരുതാൻ. ന്യായപ്രമാണത്തെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും ജനത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഖുർബാൻ. ശബത്തിലെ യാത്ര. ന്യായപ്രമാണത്തെ മറികടക്കുവാൻ പരീശന്മാർ കണ്ടെത്തിയ മറ്റൊരു ഉപായമായിരുന്നു ശബത്തിലെ യാത്ര. പുറപ്പാട് 16:29 അനുസരിച്ച് ശബത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന കർശന നിയമം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തിന് മുൻപ് തന്നെ ശബത്തിൽ അല്പദൂരം യാത്ര ചെയ്യാം എന്ന ഇളവ് വന്നിരുന്നു. അത് പക്ഷേ പള്ളിയിൽ അഥവാ സിനഗോഗിൽ പോകാൻ മാത്രമുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. യേശു ശബത്തിൽ പള്ളിയിൽ പോയി എന്ന് മർക്കോസ് 1:21-28 വരെ, ലൂക്കോസ് 4:31-37 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. ഈ നിയന്ത്രണം മറികടക്കാനും എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാനും പരീശന്മാർ പിന്നെ ഒരു സൂത്രം കണ്ടുപിടിച്ചു. താമസ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന ദൂരം 3000 അടി എന്നവർ ആദ്യം നിജപ്പെടുത്തി. താമസ സ്ഥലം എന്നതിന് മറ്റൊരു വ്യാഖ്യാനം കണ്ടുപിടിച്ചു. അത് പട്ടണത്തിൻ്റെ അതിരിൽ നിന്നും എന്ന് നിശ്ചയിച്ചു. ഈ ദൂരം ഒരു ശബത്ത് ദിവസം ദൂരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 1:12. കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ പരീശന്മാർ പിന്നെയും മറ്റൊരു ഉപായം കണ്ടുപിടിച്ചു. ശബത്തിന് തലേന്ന് വെള്ളിയാഴ്ച അവർ പട്ടണ അതിർത്തിയിൽ നിന്നും 3000 അടി അകലെയുള്ളൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്പം അപ്പവും വെള്ളവും വെച്ചിരിക്കും. വൃക്ഷത്തെ വീടെന്നവർ വ്യാഖ്യാനിച്ചു. അപ്പവും വെള്ളവും ഉള്ള ഇടം വീടാണല്ലോ. ആ വൃക്ഷത്തിൻ്റെ അടുത്തെത്തിയിട്ട് അവർ പിന്നെയും 3000 അടി പോകുമായിരുന്നു. അങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും പോകാനുള്ള സൂത്രം കണ്ടുപിടിച്ച് ജനത്തെ സഹായിച്ചതുകൊണ്ട് ജനത്തിന് പരീശന്മാർ വളരെ സമ്മതരായിരുന്നു. മറ്റൊരു പാരമ്പര്യം നോക്കുക. നേർച്ച. ന്യായപ്രമാണം പറയുന്നത് സംഖ്യാപുസ്തകം 30:2. ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടതുപോലെയൊക്കെ നിർവഹിക്കണം. പാരമ്പര്യം എന്തു പറയുന്നു? സത്യം ചെയ്യുന്ന കാര്യത്തിൽ പരീശന്മാർ വളരെ കൗശലപൂർവ്വം ഒരു പാരമ്പര്യം കൊണ്ടുവന്നു. ഒരുവൻ ആലയത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് നിവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആലയത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് നിശ്ചയമായി നിവർത്തിക്കണം. മത്തായി 23:17. 7 തരം പരീശന്മാരെക്കുറിച്ചാണ് ഇനി അല്പം വിശദീകരിക്കാനുള്ളത്. തൽമൂദിൽ 7 തരം പരീശന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1. ഷിക്മി പരീശൻ അഥവാ തോൾ പരീശൻ. ശേഖേം അഥവാ തോൾ ഓർ ഷോൾഡർ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ള പേരാണ് ഷിക്മി. തോൾ പരീശന്മാർ അവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ എഴുതിയിട്ടുള്ള തുകൽ കഷണങ്ങൾ തോളിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എല്ലാവരും കണ്ടവരെ അഭിനന്ദിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അവരെ തന്നെ പരസ്യപ്പെടുത്തുന്നതിൽ അവർ അതീവ സന്തോഷം കണ്ടെത്തിയിരുന്നു. 2. നിക്കുമി പരീശൻ. പിന്നെ വരാം പരീശൻ എന്നാണ് മലയാളത്തിൽ അതിനെ പറയുന്നത്. നിക്കുമി എന്ന വാക്കിൻ്റെ അർത്ഥം കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നവനെന്നാണ്. അതൊരു പ്രയോഗമാണ്. ലളിതമായി പറഞ്ഞാൽ ഇത്തരക്കാർ അവരുടെ കൺമുൻപിലുള്ളവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ മറ്റു ധാരാളം ആവശ്യക്കാരെ സഹായിക്കാൻ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. 3. കിസായി പരീശൻ അഥവാ അന്ധനായ അല്ലെങ്കിൽ മുറിവേറ്റ് രക്തമൊഴുക്കുന്ന പരീശൻ. ഇവർ സ്ത്രീകളെ അബദ്ധത്തിൽ പോലും നോക്കാതിരിക്കാൻ കണ്ണടച്ച് നടക്കുന്നതിനാൽ മതിലുകളിൽ ചെന്നിടിച്ച് രക്തം ഒഴുകി നടന്നിരുന്നു. വലിയ ഭക്തിയുള്ള തെളിവായി ഇതിനെ മറ്റുള്ളവരും കണ്ടിരുന്നു. 4. റിക്കണിംഗ് പരീശൻ അഥവാ എണ്ണി പരീശൻ.
ഇവരെവിടെ പോയാലും ആ ദിവസം അവർ ചെയ്യുന്ന നന്മകൾ പരസ്യമായി കൈവിരലുകൾ മടക്കി എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. 5. പെസിൽ പരീശൻ അഥവാ കൂനൻ പരീശൻ. ഇത്തരം പരീശന്മാർ എപ്പോഴും തല കുനിച്ച് കൂനി നടക്കുമായിരുന്നു. വലിയ താഴ്മയുള്ളവരാണെന്ന് കാണിക്കുവാനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്നവർ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കൊണ്ടിരിക്കും. 6. ഫിയർ പരീശൻ അഥവാ ഭയപ്പെടുന്ന പരീശൻ. ഇവർ നന്മ ചെയ്യുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഭവിക്കുമെന്ന് ഭയപ്പെട്ടിട്ടായിരുന്നു. അവരുടെ പ്രവൃത്തികൾ സ്നേഹത്തിൽ അടിസ്ഥാനമുള്ളതായിരുന്നില്ല. 7. നല്ല പരീശനാണ്, സ്നേഹത്തിൻ്റെ പരീശൻ, പാരിഷി ഓഫ് ലവ്. ഇവരുടെ പ്രവൃത്തികളുടെ പിന്നിലുള്ള പ്രചോദനം സ്നേഹമായിരുന്നു. ഇവർ മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിച്ചിരുന്നു. പുതിയ നിയമത്തിലെ ചില പ്രശസ്തരായ പരീശന്മാർ. നിക്കോദിമോസ്, യോഹന്നാൻ 3:1. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയും സന്നിധി സംഘത്തിലെ ഒരു അംഗവുമായിരുന്നല്ലോ. യോഹന്നാൻ 19:38-39 വാക്യങ്ങൾ നോക്കുക. അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ നിക്കോദിമോസും ഒപ്പം കൂടി. മാത്രമല്ല 100 റാത്തൽ, ഏകദേശം 45 കിലോ വളരെ വിലയുള്ള മൂറും ഒരുതരം സുഗന്ധവർഗമാണത്, അകിലും കൊണ്ടുള്ള ഒരു കൂട്ടും കൊണ്ടുവന്നു. മറ്റൊരാൾ ഗമാലിയേലാണ്, സന്നദ്രീൻ സംഘത്തിലെ ഒരംഗം. യഹൂദ പണ്ഡിതനും ഗുരുവും സന്നദ്രീൻ സംഘത്തിലെ ഒരംഗവുമായിരുന്നു. സന്നദ്രീൻ സംഘ വിചാരണയിൽ അപ്പോസ്തലന്മാർക്ക് തുണയായി വന്നു. അപ്പോസ്തല പ്രവൃത്തി 5:34-40 വരെയുള്ള വാക്യങ്ങൾ. സന്നദ്രീൻ സംഘം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചു എന്ന് 40-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാർ ഇദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്നു എന്നർത്ഥം. അപ്പോസ്തലൻ പൗലോസും താനൊരു പരീശനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫിലിപ്പിയർ 3:5. അടുത്ത ക്ലാസ്സിൽ യഹൂദ മതവിഭാഗമായ സദൂക്യരെക്കുറിച്ച് നാം വിശദമായി പഠിക്കുന്നതായിരിക്കും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ കാത്തുപരിപാലിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.